ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ധ്യാന വിഷയം, ദമ്പതിമാരെ നിങ്ങൾ ഈ ഭൂമിയിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കണം എന്നുള്ളതാണ്. ദമ്പതിമാർ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ ഒരു സൗഹൃദത്തിനും ബന്ധത്തിനും വേണ്ടിയാണ്. ഞാൻ ഒരു വിദേശ രാജ്യത്ത് ഒരു കുടുംബം സന്ദർശിച്ചപ്പോൾ ഒരു കൗൺസിലിംഗ് അവർക്ക് കൊടുക്കേണ്ടതായി വന്നു. ദമ്പതിമാരിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴെല്ലാം അവർ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണ്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണ്. ഒരാൾ ഇക്കാര്യം പറയുമ്പോൾ മറ്റേയാൾ ചോദിക്കും, പിന്നെ ഞാൻ വേറെ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഊന്നിപ്പറഞ്ഞൊരു കാര്യം, എനിക്ക് കുടുംബം വലുതാണ്, എൻ്റെ മക്കൾ വലുതാണ്, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കടിച്ചു പിടിച്ച് മുമ്പോട്ട് പോകുന്നത്. ഇത് കേട്ട് അവരൊന്ന് ഒതുങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ വിളിക്കാൻ പറഞ്ഞു. മക്കളെ വിളിച്ചു. ഒന്നാം നിലയിലായിരുന്നു അവർ. 3 പേര് ഓടി വന്ന് ഞങ്ങളുടെ അടുത്തെത്തിയപ്പോൾ ആ മക്കളെ ഞാൻ വിഷ് ചെയ്തതിന് ശേഷം അവരോട് ചോദിച്ചു, മക്കളെ ആർ യു ഹാപ്പി? ഉടനെ പെട്ടെന്നുണ്ടായ മറുപടി, അവരാലോചിച്ചൊന്നും പറഞ്ഞല്ല, പെട്ടെന്നുണ്ടായ മറുപടി, നോ. വൈ? എന്താ കാരണം? അപ്പോഴവർ പറഞ്ഞേ, ദേ ആർ ഫൈറ്റിംഗ് ഓൾ ദ ടൈം. മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞതാണ്. അവർ സ്ഥിരം വഴക്കാണ്. പറയുണ്ട്, ആ അന്തരീക്ഷത്തിൽ ജീവിച്ച മക്കൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ഹാപ്പി അല്ല, ഞങ്ങൾ സന്തോഷത്തിലല്ല. പ്രിയപ്പെട്ടവരെ, ഈ ദമ്പതിമാരോട് ഞാൻ ചോദിച്ചൊരു കാര്യം കേട്ടോ, മക്കൾ പറഞ്ഞത് എന്നിട്ടാണ് നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, കുടുംബത്തിന് വേണ്ടി സദാ ചിന്തിക്കുന്നവരാണെന്ന്. ദമ്പതിമാരുടെ വലിയൊരു കടമയാണ് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത്. അതോടൊപ്പം അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ദൗത്യം അവർക്കുണ്ട്. അവരുടെ മക്കളെ സ്നേഹിക്കുന്നവരായി മാറണം. അതിന് ഒരു പ്രധാനപ്പെട്ട ഘടകം ഉണ്ട് എന്നത് ദമ്പതിമാർ മറക്കരുത്. ഭർത്താവേ, നിന്റെ മക്കളെ നീ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ മക്കളുടെ അമ്മയെയും നീ സ്നേഹിക്കണം. ഭാര്യയെ, നിന്റെ മക്കളെ നീ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ അപ്പനെയും നീ സ്നേഹിക്കണം. എന്ന് പറഞ്ഞാൽ ദമ്പതിമാർ പരസ്പരം സ്നേഹിക്കാതെ അവർക്ക് അവരുടെ മക്കളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരാകാൻ പറ്റില്ല. ഈ ഒരു മേഖലയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. യാക്കോബിലെ 5-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വചനമെടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, പരസ്പരം സ്നേഹിക്കുക എന്ന കൽപ്പനയിൽ എല്ലാ കൽപ്പനകളും അടങ്ങിയിട്ടുണ്ട്. ഇനി ഏറ്റവും അടുത്ത അയൽവാസി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്. അവരെ സ്നേഹിക്കാതെ മറ്റാരെല്ലാം സ്നേഹിച്ചെന്ന് പറഞ്ഞാലും അത് ഒരു യഥാർത്ഥ സ്നേഹമായി ദൈവം അംഗീകരിക്കുന്നില്ല, വചനം അംഗീകരിക്കുന്നില്ല. 15-ാമത്തെ വചനം പറയുന്നത്, നിങ്ങൾ അന്യോന്യം കടിച്ചു കീറി നശിപ്പിക്കുന്ന ദമ്പതിമാരാകരുത്. പറയുണ്ട്, ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ജീവിക്കാൻ എല്ലാ ദമ്പതിമാർക്കും സാധിക്കണം. വിവാഹത്തിൻ്റെ ചില സൽഫലങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇത് യാഥാർത്ഥ്യമാകുന്ന ദമ്പതിമാർക്ക് ദൈവത്തെ സ്നേഹിക്കാൻ എളുപ്പമാകും, അവരുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ എളുപ്പമാകും, അവരുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും സ്നേഹിക്കാൻ എളുപ്പമാകും. ഒന്നാമത്തെ ലക്ഷ്യം സൗഹൃദം, ഇൻറ്റിമസി. നമ്മൾ പല പ്രാവശ്യം ധ്യാനിച്ച മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ദമ്പതിമാർ ഇൻറ്റിമസിക്ക് വിളിക്കപ്പെട്ടവരാണ്. നല്ല സൗഹൃദം. പ്രഭാഷകൻ 6-ാം അധ്യായം അതിൻ്റെ 14 മുതൽ വായിക്കുമ്പോൾ, നല്ല സുഹൃത്തുക്കളായി മാറുന്നതിൻ്റെ മൂല്യം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദമ്പതിമാരെ ഈ ഭൂമിയിലെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് നിങ്ങൾ മാറണം എന്നുള്ളത്. രണ്ടാമതൊരു കാര്യം, ദമ്പതിമാർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ഒന്നിച്ചുള്ള പ്രാർത്ഥനയുണ്ടെങ്കിൽ. മത്തായി 18:19 പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തിത്തരും. മക്കൾക്ക് വേണ്ടിയാണേലും സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയാണേലും സൗഖ്യത്തിന് വേണ്ടിയാണേലും ഒന്നിച്ചു പ്രാർത്ഥിച്ചാൽ ദൈവം ആ കാര്യം നടത്തിത്തരും. മറ്റൊന്ന്, പരസ്പരം താങ്ങാനും പരസ്പരം പ്രശംസിക്കാനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ദമ്പതിമാർ. ജീവിത പങ്കാളിക്ക് ഒരു ബലഹീനതയുണ്ടോ? അവരെ താങ്ങണം. ജീവിത പങ്കാളിക്ക് ഒരു തെറ്റുപറ്റിയോ? അവരോട് ക്ഷമിക്കണം. ജീവിത പങ്കാളി ഒരു നല്ലത് ചെയ്തോ? അവരെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ദമ്പതിമാർ ചെയ്യുന്നെങ്കിൽ ആ വിവാഹ ജീവിതം അനുഗ്രഹപ്രദമാവും. പ്രിയപ്പെട്ടവരെ, തിരുത്തേണ്ടത് തിരുത്തുവാനും ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുത്ത് ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനും ദമ്പതിമാരായി നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. നമ്മൾ ഇന്നൊരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, ജീവിത പങ്കാളിയെ വെറുത്തുപോയ വ്യക്തികളുണ്ട്, ഏതെങ്കിലും കാരണത്താൽ വെറുത്തുപോയവരെ, അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ സ്പർശനം അവർക്ക് ലഭിക്കുവാൻ.
സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ, എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.